മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഡൽഹിയിലെത്തിച്ചു. റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി NIA വാർത്താക്കുറിപ്പ് ഇറക്കി. പട്യാല ഹൗസിൽ കനത്ത സുരക്ഷയിലാണ് കോടതി നടപടികൾ മുന്നോട്ട് പോകുന്നത്. NIA പ്രത്യേക കോടതി ജഡ്ജി ചന്ദ്രജിത് സിംഗ് കോടതിയിലെത്തിയിട്ടുണ്ട്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, NIA ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നടപടികൾ? ദ്വേഷ ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ചത്. ഡൽഹിയിൽ അദ്ദേഹത്തിന് എത്തിച്ച ശേഷം വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള NIAയുടെ ഔദ്യോഗിക അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെ പട്യാല കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ നേരത്തെ ഓൺലൈനായിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള സൂചനയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നേരിട്ട് ഹാജരാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തഹാവൂർ റാണയുടെ കാര്യത്തിൽ വരുന്നത്. പ്രത്യേക കോടതി ജഡ്ജി NIAയുടെ പ്രത്യേക കോടതി ജഡ്ജി ചന്ദ്രജിത് സിംഗ് ഇപ്പോൾ കോടതിയിലെത്തിയിരിക്കുന്നു. കോടതി നടപടികൾ ആരംഭിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. കസ്റ്റഡി ആണ് ഇപ്പോൾ NIA ആവശ്യപ്പെടുന്നത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ NIAയുടെ നിലപാട്. കാരണം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. നിലവിൽ NIA എടുത്തിട്ടുള്ള കേസിൽ 9 പ്രതികളാണുള്ളത്. അതിൽ ആദ്യത്തേത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ്. രണ്ടാമത്തേതാണ് തവാഹൂർ റാണ. മറ്റ് ഉള്ളവരെല്ലാവരും ISIയുടെയും പാകിസ്ഥാനിലെയും ഉദ്യോഗസ്ഥരാണെന്നുള്ളതും ആണ് അതിൽ മറ്റൊരു വശം. അപ്പോൾ ഇന്ത്യയിൽ റാണയ്ക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തവരുണ്ടോ, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ, അതായത് കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ റാണ എത്തിയിരുന്നു, റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള അന്നത്തെ NIA ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ റാണയെ നിയന്ത്രിച്ചിരുന്നത് ആരൊക്കെ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടതുള്ളതുകൊണ്ടാണ് NIA ഇപ്പോൾ ഒരു കസ്റ്റഡി ഇൻ്ററോഗേഷൻ ആവശ്യപ്പെടുന്നത്. അത് ലഭിക്കുകയാണെങ്കിൽ നേരെ NIA ആസ്ഥാനത്ത് തന്നെ കൊണ്ടുവരും. എൻ്റെ പിറകിലാണ് NIA ആസ്ഥാനമുള്ളത്. NIA ആസ്ഥാനത്ത് വലിയ തോതിലുള്ള സുരക്ഷാ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഇപ്പോൾ NIAയുടെ പരിസരങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ സുരക്ഷാ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിൻ്റെ വിന്യാസവും ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. രാത്രിയോടുകൂടി NIA ആസ്ഥാനത്തെത്തിക്കും. റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. മുംബൈയിലെ ആർദർ റോഡ് ജയിലിലെ ബാരക്കും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. പക്ഷേ തിഹാർ ജയിലിലാണെങ്കിൽ തിഹാറിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ NIA ആസ്ഥാനത്ത് എത്തിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് NIAയുടെ ലക്ഷ്യം. ബസന്ത്, വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്കാണ് NIA പോകാൻ സാധ്യത? ഈ റാണയിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ കൂടുതൽ ആളുകളിലേക്ക്, ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരിൽ അല്ലെങ്കിൽ ആരൊക്കെ ഇതിന് പിന്നിൽ കളിച്ചു, ഇന്ത്യയിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ഇതിന് പിന്തുണ നൽകി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വിവരങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ? തീർച്ചയായും റാണയെപ്പോലൊരാൾ നിരവധി തവണ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു കുടുംബീകരൻ ഇന്ത്യയിൽ എത്തുകയും നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ റിക്രൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശിക തലത്തിലുള്ള സഹായങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടാകുമെന്നുള്ളൊരു സംശയമാണ് അന്വേഷണ ഏജൻസികൾക്കുള്ളത്. നേരത്തെ തന്നെ അക്കാര്യത്തിൽ ചില സൂചനകൾ ലഭിച്ചിരുന്നു എന്ന് NIA വൃത്തങ്ങൾ പറയുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആരൊക്കെയാണ് ഇതിന് പിറകിൽ അന്ന് നിന്നത് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ച തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഇതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും അതിനനുസരിച്ചുള്ള മറ്റ് അന്വേഷണങ്ങളിലേക്ക് നീങ്ങാനും ഏജൻസികൾക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു 12-അംഗ സംഘമാണ് ഇപ്പോൾ റാണയെ ചോദ്യം ചെയ്യുന്നത് തീരുമാനിച്ചിട്ടുള്ളത്. NIAയുടെ ഡയറക്ടർ ജനറൽ വൈകിട്ടോടുകൂടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ആസ്ഥാനത്ത് തന്നെ ഉള്ള ഒരു സാഹചര്യമാണുള്ളത്. കോടതി നടപടികൾ പുരോഗമിക്കുന്ന മുറയ്ക്ക് മാത്രമേ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. ശരി, പി ബസന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. NIA അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികളാണ്. തുടർന്ന് NIA ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ പോകും. തിഹാർ ജയിലിലേക്ക് തഹാവൂർ റാണയെ മാറ്റുമെന്നാണ് അറിയുന്നത്.